ആൻഡ്രോയിഡ് ഫോണുകൾ എന്തുകൊണ്ട് ഹാങ് ആകുന്നു? അതായത് നമ്മളൊരു ആൻഡ്രോയിഡ് ഫോൺ വാങ്ങി ഒരു 2-3 വർഷം യൂസ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഫോണിന്റെ ക്യാമറ ക്വാളിറ്റി നഷ്ടപ്പെടുന്നു, അതേപോലെ സോഫ്റ്റ്വെയർ വൈസ് ഇഷ്യൂസ് ഉണ്ടാകുന്നു, ഹാങ്ങിങ് ഉണ്ടാകുന്നു. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? എന്നാൽ നമ്മളൊരു ഐഫോൺ വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ 5-6 വർഷം കഴിഞ്ഞാലും നമ്മുടെ ആ ഒരു വാങ്ങിച്ച ഇനീഷ്യൽ സ്റ്റേജിലുള്ള അതേ പെർഫോമൻസും കാര്യങ്ങളും നമുക്ക് ആ ഒരു ഐഫോണിൽ ലഭിക്കുന്നതാണ്. ഇതെന്തുകൊണ്ടാണ്? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. സോ ഇതിനെപ്പറ്റിയുള്ള എൻ്റെ കുറച്ച് അറിവും കാര്യങ്ങളും അതേപോലെ ഞാൻ റിസർച്ച് ചെയ്തതിനെ സംബന്ധിച്ച് എനിക്ക് ലഭിച്ച കുറച്ച് കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ്, വെൽക്കം ടു മിസ്റ്റർ DNV യൂട്യൂബ് ചാനൽ. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ ഐഫോണിൽ യൂസ് ചെയ്യുന്നത് എപ്പോഴും ഹൈ എൻഡ് പ്രൊസസ്സറുകളാണ്. അതായത് ഒരു പ്രൈസ് റേഞ്ചിൽ കേട്ടാവുന്ന ഏറ്റവും മാക്സിമം എഫിഷ്യൻറ്റും അതേപോലെ പവർഫുള്ളുമായിട്ടുള്ള പ്രൊസസ്സേഴ്സാണ് നമ്മുടെ ഐഫോണുകൾ യൂസ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ എന്ന് പറയുന്നത് പല പ്രൈസ് റേഞ്ചുകൾ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ 10,000 റുപ്പീസിന്, അതേപോലെ 15,000 റുപ്പീസിന്, 30,000 റുപ്പീസിന്, 50,000, 70,000, 1 lakh, ഇങ്ങനെ പല പ്രൈസ് റേഞ്ചുകളുണ്ട്. പല പ്രൈസ് റേഞ്ചുകളിലെയും ആ ഒരു വിലക്കത്ത പ്രൊസസ്സറായിരിക്കും നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ കാണപ്പെടുന്നത്. എന്നാൽ നമ്മുടെ ഐഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റേഞ്ച്, അതായത് 1 lakh റുപ്പീസിന് മേലോട്ടൊക്കെയാണ് നമ്മുടെ ഐഫോണിന്റെ പ്രൈസിങ് വരുന്നത്. അതായത് സ്റ്റാർട്ടിങ് ലോ എൻഡ് ഡിവൈസ് എന്ന് പറയുന്നത് തന്നെ ഒരു 30K പ്രൈസ് റേഞ്ച് വരുന്നതുകൊണ്ട് തന്നെ മാക്സിമം ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള പ്രൊസസ്സറുകളാണ് ഈ ഐഫോണുകളെല്ലാം അവർ നൽകുന്നത്. സോ ഇതൊരു നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിന്റെയും ഐഫോണിന്റെയും പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഐഫോണുകളെ സംബന്ധിച്ച് രണ്ടാമതൊരു അഡ്വാൻറ്റേജ് ആണ്, ഐഫോണുകളിൽ നമുക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതായത് നമ്മുടെ ഐഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ മാത്രമാണ് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നത്. എന്നാൽ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം, ഇനി അത് പോരാൻ ക്രോമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, ഇനി അതും പോരാൻ ഗൂഗിളിൽ നിന്ന് മറ്റെന്ത് പല സോഴ്സുകളിൽ നമുക്ക് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ APK ഫയലുകളായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻസ് ആൻഡ്രോയിഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുകൊണ്ട് തന്നെ ഇപ്പം ഐഫോണിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്പേഴ്സ് അവരുടെ ആ ഒരു ഐഫോണിന് വേണ്ടി മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്തിട്ടായിരിക്കും ആപ്ലിക്കേഷനുകൾ റിലീസ് ചെയ്യുന്നത്. എന്നാൽ ആൻഡ്രോയിഡ് ഫോണുകളിൽ ധാരാളം മോഡലുകളുണ്ട്, അതുപോലെ തന്നെ ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് പല തേർഡ് പാർട്ടി ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാത്തിനും വേണ്ടി ഒപ്റ്റിമൈസ് ആയിരിക്കണമെന്നില്ല. സോ അതുകൊണ്ട് തന്നെ പല ആപ്ലിക്കേഷനുകളും ആൻഡ്രോയിഡ് ഫോണിന്റെ പെർഫോമൻസിന്റെ ഡീഗ്രേഡ്മെന്റിനായിട്ട് ഒരു ഫാക്ടറാണ് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയുന്നതാണ്. തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകളുടെ കാര്യം പറയുമ്പോൾ തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട വേറൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ മാത്രമാണ് ഇതേപോലെ തേർഡ് പാർട്ടി ആപ്സിന് സപ്പോർട്ട് വരുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു ആപ്ലിക്കേഷന്റെ പല വേർഷനുകൾ, ഓൾഡർ വേർഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ സൗകര്യം ആൻഡ്രോയിഡ് മാത്രമാണുള്ളത്. അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ആപ്പ് ഡെവലപ്പ് ചെയ്ത് ഇപ്പം MIT ആപ്പിനോട് വെച്ചൊക്കെ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്നതും നമ്മുടെ ആൻഡ്രോയിഡ് ഫോണുകളിൽ മാത്രമാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഇനി ഐഫോണുകളെ സുപ്പീരിയർ ആക്കുന്നതിന്റെ മൂന്നാമത്തെ ഒരു പോയിന്റ് ആണ് യൂസ് ഓഫ് കോസ്റ്റ്ലി ഹാർഡ്വെയർ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഐഫോൺ എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലി, അതിന് ഫ്ലാഗ്ഷിപ്പ് റേഞ്ചിലുള്ള സ്മാർട്ട് ഫോണുകളാണ്. ഇവയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഹാർഡ്വെയർ എന്ന് പറയുന്നത് ഓരോന്നും പക്ക ഹൈ എൻഡ് ആയിരിക്കും. അതായത് നമ്മുടെ ഓരോ ഹാർഡ്വെയർ പാർട്ടിക്കിൾസും ആക്സസറീസും പക്ക ഹൈ എൻഡ് ആയതുകൊണ്ട് തന്നെ മൊത്തത്തിൽ നമുക്ക് എന്താണ് പറയുന്നത്, ഒരു ഫുള്ളി ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഐഫോൺസിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇതും ആൻഡ്രോയിഡിനേക്കാളും ഐഫോൺസ് ബെറ്റർ ആകുന്നതിന് ഒരു ഫാക്ടറാണ്. ആൻഡ്രോയിഡ് ഫോൺസിനേക്കാളും ഐഫോൺസ് ബെറ്റർ ആവുന്ന നാലാമത്തെയും അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഫോക്കസ്ഡ് ഒപ്റ്റിമൈസേഷൻ. അതായത് നമ്മുടെ ഐഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വർഷം പുറത്തിറക്കുന്ന ഒരു വെറും 4 മോഡലുകൾ മാത്രമാണ്. ഇപ്പൊ നമ്മുടെ iPhone 15 ഇറക്കിയത് iPhone 15 ബേസ് വേരിയന്റ്, അതേപോലെ iPhone 15 പ്ലസ്, iPhone 15 പ്രോ, അതേപോലെ iPhone 15 Pro Max, ഇങ്ങനെ 4 മോഡൽസ് ആണ് ഒരു വർഷം ഇവർ പുറത്തിറക്കുന്നത്. എന്നാൽ നമ്മുടെ ആൻഡ്രോയിഡിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ സാംസങ് എത്ര ഫോണുകളാണ് ഒരു വർഷം പുറത്തിറക്കുന്നത്? നമ്മുടെ M സീരീസിൽ തന്നെ ധാരാളം ഫോണുകൾ, അത് 10,000 റുപ്പീസിന് M14, M34, M44, M54, അതേപോലെ നമ്മുടെ S സീരീസിലേക്ക് വന്നു കഴിഞ്ഞാൽ S23, S23 പ്ലസ്, S23 അൾട്ര, ഇങ്ങനെ ഹൈ എൻഡ് ഫ്ലാഗ്ഷിപ്പ് പ്രൈസ് റേഞ്ചിൽ, ലോ എൻഡ് പ്രൈസ് റേഞ്ചിൽ, ഇനി നമ്മുടെ മിഡ് റേഞ്ച് പ്രൈസ് റേഞ്ചിൽ, അതേപോലെ തന്നെ നമ്മുടെ A സീരീസ് ഫോണുകൾ, ഇങ്ങനെ ഇഷ്ടം പോലെ ഫോണുകളാണ് സാംസങ്ങും അതേപോലെ ഇപ്പം നമ്മുടെ മറ്റ് കമ്പനികളായ ഓപ്പോ, OnePlus, റിയൽമി പോലുള്ള ഫോണുകളൊക്കെ പുറത്തിറക്കുന്നത്. സോ ഇതും ഒരു ഡിപ്പെൻഡിങ് ഫാക്ടറാണ്. കാരണം ഐഫോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു 4 മോഡലുകളുടെ അപ്ഡേറ്റും കാര്യങ്ങളും മാത്രം നോക്കിയാൽ മതി. എന്നാൽ സാംസങ് അതേപോലെ മറ്റ് കമ്പനികൾക്കൊക്കെ എത്ര ഫോണുകളുടെ അപ്ഡേഷൻസ് നോക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഫോക്കസിങ്ങിന്റെ ഒപ്റ്റിമൈസേഷന്റെ കുറവ് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ വളരെ നന്നായി കാണാൻ സാധിക്കുന്നതാണ്. ഐഫോൺസ് ഇത്രയും സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നതിന്റെ മറ്റൊരു റീസൺ ആണ് ഫുള്ളി ദെയർ ഓൺ ആക്സസറീസ്. അതായത് ആപ്പിൾ ഐഫോൺസ് ബിൽഡ് ചെയ്യുമ്പോൾ അവരുടെ ഹാർഡ്വെയർ ആയിക്കോട്ടെ, സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, മറ്റ് ആക്സസറീസ് ആയിക്കോട്ടെ, എല്ലാം ആപ്പിളിന്റെ ആയിരിക്കും. അതായത് ആപ്പിൾ ഇൻവെന്റ് ചെയ്യുന്ന ആ ഒരു ഹാർഡ്വെയർ പാർട്ട്, സോഫ്റ്റ്വെയർ പാർട്ട് എല്ലാം അവർ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്കത് ഒപ്റ്റിമൈസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ആൻഡ്രോയിഡിന്റെ കേസിൽ അതല്ല.
നമ്മുടെ ഇപ്പൊ സാംസങ്ങിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഗൂഗിൾ ഉണ്ടാക്കുന്ന ആൻഡ്രോയിഡ് സിസ്റ്റം മേടിച്ചുകൊണ്ട് വരുന്നു. അതിന്റെ പുറത്ത് 1 UI ആയിട്ട് മിനിക്കുന്നു. അത് കഴിഞ്ഞത് ഫോണുകൾ കൊടുക്കുന്നു. പിന്നെ പ്രോസറിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ എക്സിനോസ് എന്ന് പറഞ്ഞ സാംസങ് പ്രോസർ ഉണ്ട്. അതിന്റെ ഗുണം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും ഫോണുകൾ ഹൈ എൻഡ് ഫോണുകളൊക്കെ സാംസങ് യൂസ് ചെയ്യുന്ന സ്നാപ്ഡ്രാഗൺ പ്രോസസേഴ്സ് ആണ്. ഇതെല്ലാം കൂടെ അങ്ങോട്ടൊരു യോജിപ്പ് പല ഭാഗത്തും വരത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ആൻഡ്രോയിഡ് ഫോണുകളുടെ ഭാഗത്ത് ഹാങ്ങിങ് ഇപ്പോഴും ഉണ്ടാകാൻ ചാൻസ് കൂടുതലുള്ളത്. എന്നാൽ ഐഫോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒറ്റ കമ്പനിയാണ് ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് അത് ഒപ്റ്റിമൈസ് ചെയ്തെടുക്കാൻ എളുപ്പമുണ്ട്. അതുപോലെ തന്നെ യൂസറിന് നല്ലൊരു എക്സ്പീരിയൻസ് അതിൽ കിട്ടുന്നതാണ്. സംഗതി ഇത്രയൊക്കെ പറഞ്ഞാലും ആൻഡ്രോയിഡ് ഫോണുകൾ അത്ര മോശമൊന്നുമല്ല. നമുക്കൊരു സാധാരണക്കാരന് ബൈ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ആൻഡ്രോയിഡ് ഫോൺ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ 10,000, 15,000, 20K പ്രൈസ് റേഞ്ചിലൊക്കെ ആൻഡ്രോയിഡ് ഫോൺ മോശമാണെന്നല്ല പറയുന്നത്. അതും വളരെ നല്ലതാണ്. നല്ല രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ് ആൾക്ക് കൊടുക്കുന്നത്. പക്ഷെ ഐഫോൺസായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രശ്നം വരുന്നത്. ഇനി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളിപ്പോൾ 1 ലക്ഷം നിങ്ങളുടെ കയ്യിലുണ്ട്. നമ്മുടെ S23 അൾട്ര വേണോ iPhone 15 Pro Max വേണോ? ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിരവധി പേര് ആൻസർ പറയാൻ പോകുന്നത് ആൻഡ്രോയിഡിന്റെ S23 അൾട്ര ആയിരിക്കും എന്നുള്ളതാണ്. അത് ഞാൻ തന്നെ ഇപ്പോൾ ഈയിടെ ഒരു പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്ത് ഇട്ടിരുന്നു. അതിനകത്ത് കൂടുതൽ പേരും ഐഫോൺസിനെക്കാളും പ്രിഫർ ചെയ്യുന്നത് ആൻഡ്രോയിഡ് ആണ്. അതല്ലെങ്കിലും അങ്ങനെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഐഫോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ഫ്രീഡം ആണ്. പക്ഷേ ആൻഡ്രോയിഡിൽ നമുക്ക് ഇഷ്ടം പോലെ ഫ്രീഡം ഉണ്ട്. അതേപോലെ തേർഡ് പാർട്ടി ആപ്സിന് സപ്പോർട്ട് ഉണ്ട്. എന്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു യൂസർ ഫ്രീഡം നമുക്ക് കിട്ടുന്നത് ആൻഡ്രോയിഡിലാണ്. സോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ വീണ്ടും കാണാതെ സ്റ്റഡി ഔട്ട്.